വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി അഗൈൻ. നമ്മളിന്ന് വോളിയം പ്രൊഫൈലിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരുപാട് പേരുടെ കമൻറ്റ്സ് എനിക്ക് പേഴ്സണലി ആയിട്ടും ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. സർ, വോളിയം പ്രൊഫൈൽ എങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ ആ ടൂൾ യൂസ് ചെയ്ത് വോളിയം പ്രൊഫൈലിൻ്റെ ബെനിഫിറ്റ് എന്താണ്, വോളിയം പ്രൊഫൈലിനെ എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ ടൂൾ യൂസ് ചെയ്യാം, ഏത് രീതിയിൽ നമുക്കതിനെ സ്കാൽപ്പിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാം, സ്വിംഗ് ട്രേഡിന് എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ ടൈം ഫ്രെയിമിൽ എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് വോളിയം പ്രൊഫൈൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ സ്ലോ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് പോയി എന്ന് വരാം, എനിക്കറിയില്ല. ഒരുപാട് നേരം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആവശ്യമില്ലാത്ത സമയങ്ങൾ നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട്. ഒരുപാട് റീൽസ് കാണാനും അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നിമിഷം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രൈസ് ആക്ഷൻ അനാലിസിസിന് വോളിയം പ്രൊഫൈൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എന്താണ് വോളിയം പ്രൊഫൈൽ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്. നോർമലി നമ്മൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ അനാലിസിസിന് നമുക്ക് മസ്റ്റായിട്ട് ചാർട്ട് റീഡിങ് അറിഞ്ഞിരിക്കണം. ചാർട്ട് റീഡിങ് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് തന്നെയാണിത്. ഇപ്പോൾ വോളിയം എന്ന് പറയുന്നത് താഴെ നമുക്ക് കാണാൻ കഴിയും. വോളിയം ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് റൈറ്റ് സൈഡിൽ കാണും. ബോട്ടം എക്സ് ആക്സിസിൽ എന്തായിരിക്കും? വോളിയം പ്രൊഫൈൽ ഉണ്ടായിരിക്കും. വോളിയം നമുക്ക് ക്യാൻഡിൽസ് കാണാൻ കഴിയും. ഓരോ ക്യാൻഡിലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രീൻ കളർ, റെഡ് കളർ, ഗ്രീൻ കളർ, റെഡ് കളർ എന്നൊക്കെ ഇങ്ങനെ കൺസിക്യൂട്ടീവ് ഗ്രീൻസ്, കൺസിക്യൂട്ടീവ് റെഡ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ടൈം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലേ? ഇപ്പോൾ 1 ഡേ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ എന്താ കാണാൻ കഴിയുക? ഒരു ദിവസത്തെ ടോട്ടൽ വോളിയം നമുക്ക് കാണാൻ കഴിയും. ഏതർ റെഡ് കളറിൽ കാണാൻ കഴിയും ഓർ ഗ്രീൻ കളറിൽ കാണാൻ കഴിയും. അത് ടൈം. അതേമാതിരി നമ്മളിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിൽ 5 മിനിറ്റ്സ് നോക്കൂ, 3 മിനിറ്റ്സ് നോക്കൂ, 2 മിനിറ്റ്സ് നോക്കൂ, അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നോക്കൂ. ഏത് ടൈം ഫ്രെയിമിലും നിങ്ങൾ വോളിയം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുക? വോളിയം ബേസ്ഡ് ഓൺ ടൈം. ഒരു പർട്ടിക്കുലർ നേരത്ത്, ഒരു ദിവസം ആയിക്കോട്ടെ, ഒരാഴ്ച ആയിക്കോട്ടെ, ഒരു മാസം ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ആയിക്കോട്ടെ, ഇതിനിടയിൽ ഏത് ടൈം ഫ്രെയിമിൽ ബേസിസിൽ നമ്മൾ വോളിയം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സമയത്തിന് അടിസ്ഥാനമായിട്ട് നമുക്ക് വോളിയം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വോളിയം പ്രൊഫൈൽ എന്നൊരു കൺസെപ്റ്റ് വന്നത് തന്നെ നേരെ ഓപ്പോസിറ്റാണ്. പ്രൈസ്, അതായത് ഒരു പർട്ടിക്കുലർ ലെവലിൽ പ്രൈസ് നിൽക്കുമ്പോൾ ഏതൊക്കെ ലെവൽസിൽ പ്രൈസ് താഴെ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ പ്രൈസ് സഞ്ചരിക്കുന്ന സമയത്ത് ഏത് വിലയിലാണ് കൂടുതൽ ട്രേഡേഴ്സ്, കൂടുതൽ ബയ്യേഴ്സ് എന്നല്ല, കൂടുതൽ സെല്ലേഴ്സും അല്ല, കൂടുതൽ ട്രേഡേഴ്സ് ഏത് വിലയിലാണ് വാങ്ങാനോ വിൽക്കാനോ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വില അടിസ്ഥാനപ്പെടുത്തി, സമയം അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല, വില അടിസ്ഥാനപ്പെടുത്തി. രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ വോളിയം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സമയബന്ധിതമായ രീതിയിൽ പ്രൈസിൻ്റെ ഓരോ പ്രൈസ് ഓരോ പർട്ടിക്കുലർ സമയത്തിലെത്തുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വോളിയം, നമ്പർ ഓഫ് ട്രേഡ്സ് എന്താണ് നടന്നിരിക്കുന്നതെന്ന് അറിയാം. വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് പ്രൈസ് ഓരോ വിലയിലെത്തുമ്പോൾ എവിടെയാണ് കൂടുതൽ ട്രേഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടുതൽ എവിടെയാണ് കൂടുതൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ വില ഒരു ഷോപ്പിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണെന്ന് വെച്ചോളൂ, എന്നും ആവശ്യമായിട്ടുള്ള പെട്രോൾ തന്നെ എടുക്കാം. നമുക്ക് ഉദാഹരണത്തിന് പെട്രോൾ എടുക്കാം. ഉറപ്പായിട്ടും വാഹനം, ഇപ്പോഴാണ് പെട്രോളിൻ്റെ വില ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പോലും അറിയുന്നില്ല. പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, പെട്രോളിൻ്റെ വില കൂടാൻ പോകുന്നു, 2 രൂപ കൂടുന്നു എന്നറിയുമ്പോൾ ആ കൂടുന്നതിന് തൊട്ട് തലേ ദിവസം എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? പെട്രോൾ പമ്പുകളിൽ ഒരു നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പെട്രോൾ പമ്പിൽ ഒരു വലിയ നിര തന്നെ കാണാൻ കഴിയും. രാത്രി പെട്രോൾ പമ്പ് അടയ്ക്കുന്നത് വരെയും അവിടെ ഫുൾ വെറും 1-2 രൂപയുടെ വ്യത്യാസത്തിൽ വരുന്ന ആ ഒരു ക്രൗഡ് പുള്ളിങ് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? വില. അതല്ലാതെ ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അവിടെ അപ്പോൾ പെട്രോൾ പമ്പ് ഇല്ലേ?
അവിടെ അപ്പോൾ പെട്രോൾ കൊടുക്കുന്നില്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വിലയിൽ വന്ന മാറ്റം, നാളെ 2 രൂപ കൂടാൻ പോകുന്നു എന്നറിയുന്ന ഒരു സാഹചര്യത്തിൽ പെട്രോൾ പമ്പിൽ ഹ്യൂജ് തിരക്കാണ്. എന്തിനാ? ചുമ്മാ ഒന്നല്ല, അതൊരു ഡിമാൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ആ വില എന്ന് പറയുന്ന സാധനം. അതേമാതിരി ഇപ്പോൾ മോളുകളിൽ ഇപ്പോൾ ഓരോ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട്സ്, നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഫേമസ് മോൾ, കേരളത്തിലെ ഫേമസ് മോൾ ഏതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്തരം മോളുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സൊക്കെ വരുന്ന സമയമുണ്ടാകും. ഇത്ര % ഡിസ്കൗണ്ട്, അങ്ങനത്തെ ഡിസ്കൗണ്ട് സമയങ്ങളിലൊക്കെ അവിടത്തേക്ക് തിരക്കുകൾ എത്രമാത്രമായിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ നോർമലൈസ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഓഫർ ആൾക്കാർക്ക് കിട്ടുമ്പോൾ അവിടെ കൂടുതലായിട്ട് എന്തുണ്ടാകുന്നു, അവിടെ ഒരു തിരക്കുണ്ടാകുന്നു. പക്ഷേ ഷെയർ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഓഫർ കൊടുക്കാനൊന്നും ആരും ഇല്ല. ഇതേ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഏതോ ഒരു അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്? സമയത്തിന് ബേസിസിലാണോ? അല്ല, വിലയെ ബേസിസിലാണ്. ശരിയല്ലേ? ഏതെങ്കിലും ഒരു വില കുറവ്, ഇപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നിങ്ങൾക്ക് 500 രൂപയ്ക്ക് ലഭിക്കും, അല്ലെങ്കിൽ 750 രൂപയ്ക്ക് ലഭിക്കും എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? അവിടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബയ്യേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ സാധനം സ്റ്റോക്ക് അവിടെ വെക്കണ്ടേ? അപ്പോൾ അതനുസരിച്ച് കൂടുതൽ സ്റ്റോക്ക് സെല്ലേഴ്സ് അവിടെ കൊടുക്കുന്നവരുടെ എണ്ണം കൂടും. ബാക്ക് എൻഡിൽ നമ്മൾ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ബയ്യേഴ്സും സെല്ലേഴ്സും അവിടെ കൂടുതലായിരിക്കും എന്നർത്ഥം. ബയ്യേഴ്സും സെല്ലേഴ്സും കൂടുതലായിരിക്കും എന്നുള്ളതർത്ഥം. ഇത്രയും വിവരിച്ച് ഞാൻ പറയുന്നത് എന്താണ്? വോളിയം പ്രൊഫൈൽ എന്നത് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തി Y ആക്സിസിൽ പ്രൈസിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ നമ്പർ ഓഫ് വോള്യൂംസ് എവിടെ നടക്കുന്നുവോ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും പ്രൈസിൻ്റെ മൊമെൻറ്റം എങ്ങോട്ടേക്ക് പോകാൻ സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് വോള്യൂം പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് നമ്പർ 1 ക്ലിയറിറ്റി വന്നു എന്ന് ഞാൻ കരുതുന്നു. പോയിന്റ് നമ്പർ 2, ഇത് ട്രേഡിംഗ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം വോള്യൂം പ്രൊഫൈൽസ് നമുക്ക് 2 ടൂളുകൾ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ടൂൾ ഉപയോഗിച്ച് വോള്യൂം പ്രൊഫൈൽ, ആങ്കേർഡ് വോള്യൂം പ്രൊഫൈൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കേർഡ് വോള്യൂം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഓരോ ടൈമിങ്ങിലും നമുക്ക് ഒരു പർട്ടിക്കുലർ ട്രേഡിന് നമുക്ക് എങ്ങനെ ട്രേഡ് കണ്ടെത്താൻ പറ്റും. എന്തിനാണ് ഈ വോള്യൂം പ്രൊഫൈൽ ഉപയോഗിക്കുന്നത്? ഏത് ഏരിയയിലാണ്, ഏത് പ്രൈസ് ലെവലിലാണ് കൂടുതൽ വോള്യൂം ഓഫ് ട്രേഡ് നടന്നിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെ എങ്ങനെ അത് നമുക്ക് ഒരു ട്രേഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് ചാർട്ട് നോക്കി പഠിക്കാം. ഓക്കെ, സാവകാശം പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയുന്നത്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. ഓരോ പോയിൻറ്റും വിലപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് ഇത് കാണുക. നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ്. ട്രേഡിംഗ് ജേർണിയിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ് വോള്യൂം പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ശ്രമിക്കാം. കൂടെ പോകുന്നുള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യൂ. പുതിയ മെമ്പേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, അതിനോടൊപ്പം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, എല്ലാവരും മ്യൂച്വൽ ഫണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു തുക മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്കൊരു കോർപ്പസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഏർലി റിട്ടയർമെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർ 30 വയസ്സ് 40 വയസ്സ് ഇതിലൊക്കെ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ വിദേശത്തൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക? ഒരു മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. നമ്മൾ പല ഷെയർസ് വാങ്ങി നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ കുറേ സ്റ്റോക്സ് വാങ്ങി വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എമൗണ്ട്സിൽ നമുക്ക് ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് മുഴുവനും ഈക്വിറ്റീസിൽ തന്നെയാണ് പോകുന്നത്. നമ്മളറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. അവരതിനെ ക്ലാസിഫൈ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ലഭിക്കാനുള്ള ഒത്തിരി ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡീറ്റെയിൽസിന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞാൻ 1-to-1 കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നമുക്ക് സൂം കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽസ് ഒക്കെ നോക്കി നിങ്ങളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഫണ്ട് സെലക്ഷൻ, നമുക്ക് ഏത് ഫണ്ട് നമുക്ക് ബെസ്റ്റ്
ആപ്ലിക്കബിൾ ഫണ്ട്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, നിങ്ങൾക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, ഗ്രൂപ്പായിട്ട് ചെയ്യണോ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചിട്ടയോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അതിന് ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സഹായിക്കാൻ കഴിയും. നിങ്ങൾ എന്നെയും സഹായിക്കുക. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ 3 മിനിറ്റ്സ് ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ നമ്മൾ എങ്ങനെ ആദ്യം വോളിയം പ്രൊഫൈൽ എങ്ങനെ എടുക്കണം, ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്, ടൂൾ എങ്ങനെയാണ് നമുക്ക് എടുക്കണം, അവിടെ നിന്ന് നമുക്ക് എങ്ങനെ അത് പ്ലോട്ട് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. വോളിയം പ്രൊഫൈൽ എങ്ങനെ നമ്മുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാം. വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ബേസിക്കലി എവിടെ നിന്ന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് താഴ്പോട്ടെങ്കിൽ ഏതുവരെ താഴ്പോട്ടേക്ക് വരും, അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചത് ഏതുവരെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട്, നമുക്ക് കൃത്യതയല്ല, ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് സക്സസ് റേഷ്യോ കൂടുതലാണ് വോളിയം പ്രൊഫൈലിനുള്ളത്. എസ്പെഷ്യലി ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ. 2 തരം വോളിയം പ്രൊഫൈൽ ടൂൾസ് അവൈലബിൾ ആണ് ട്രേഡിംഗ് വ്യൂവിൽ. പക്ഷേ ഫ്രീ വേർഷൻകാർക്ക് അത് രണ്ടും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ അവൈലബിൾ ആണ്. ദാറ്റ് സിംഗിൾ ടൂൾ ഈസ് മോർ ദാൻ ഇനഫ്. ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റായ ഗൈഡൻസ് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഞാനും ഈ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യാത്ത ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഠിച്ചിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നല്ലപോലെ ഞാൻ ഇതിനെ സ്റ്റഡി ചെയ്തു. എന്നെ അറിയുന്ന എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാം, ഞാൻ വോളിയം പ്രൊഫൈൽസ് ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു ക്ലാസ്സസിലും ഞാൻ അവർക്ക് എടുത്തു കൊടുത്തിട്ടില്ല. പലരും അടുത്ത ക്ലാസ് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാർച്ച് മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഫെബ്രുവരി മിഡോടുകൂടിയോ മാർച്ചിലോട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കൺഫർമേഷനും തരുന്നില്ല. ലെറ്റ്സ് സീ. ബട്ട് നൗ ഗോസ് ടു ദി വോളിയം പ്രൊഫൈൽ. ഓക്കെ, നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ടൂൾ സെഗ്മെൻ്റ് ആണ്. അതിൽ 1, 2, 3, 4, 5th റോ നോക്കൂ. 5ാമത്തെ റോയിൽ ഈ ഫസ്റ്റ് ഇതിൽ 5ാമത്തെ റോയിൽ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എടുത്തത് കിടപ്പുണ്ട്. എന്താണ് ഫോർകാസ്റ്റ്, പ്രൊജക്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ, പ്രൊജക്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾ വരുമ്പോൾ വോളിയം ബേസ്ഡ് എന്ന് കാണാൻ കഴിയും. 5ാമത്തെ റോയിൽ പ്രൊജക്ഷൻ എന്ന സ്ഥലത്ത് വോളിയം ബേസ്ഡ് എന്ന് കാണുമ്പോൾ ഞാനിത് പെയ്ഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെയാണ് വാങ്ങി ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഇവരുടെ വക്താക്കളോ അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു സർവീസും അവർ തരുന്നില്ല. സോ ഞാൻ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടും നോക്കൂ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇതെന്താണെന്ന് നമുക്ക് രണ്ടാമത് പഠിക്കാം. ആദ്യം നമുക്ക് ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ. അവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇവിടെ സ്റ്റാർ ബട്ടൺ കാണുന്നത്. ഇതെന്തിനാണ്? ഇത് ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ, എപ്പോഴും എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വേണ്ട ഈ ഒരു പോയിന്റ് നോക്കൂ, ഇവിടെ തന്നെ ആങ്കേർഡ് വോളിയം പ്രൊഫൈലിൻ്റെ ഐക്കൺ ഇവിടെ കിടപ്പുണ്ട്. ഓൾറെഡി ഞാൻ ആ ടൂള് എനിക്ക് ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും വേണമെങ്കിൽ ഇവിടെ സ്റ്റാർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വന്ന് കിടക്കും. ഓക്കെ, സോ ഞാൻ അൺലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയി. വീണ്ടും ഞാൻ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കിടപ്പുണ്ട്. ഓക്കെ, ഫസ്റ്റ് തിങ് കഴിഞ്ഞു. ഞാൻ ഇനി ഇവിടെ നിന്ന് ഫേവറേറ്റിൽ നിന്ന് ഈ ടൂൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇപ്പം നമ്മുടെ കണ്ണ് മുമ്പിൽ ആ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ നോക്കൂ, അതിൻ്റെ പേര് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരിടത്ത് ഫിക്സ് ചെയ്യുന്ന വോളിയം പ്രൊഫൈൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എങ്ങനെ പ്ലോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കണ്ണ് മുമ്പിൽ ഇപ്പോൾ കാണുന്ന ഒരു ഹൈ കാണാൻ കഴിയുന്നു, ഒരു ലോ കാണാൻ കഴിയുന്നു. ഇവിടെ നോക്കിയാൽ ഏതാണ്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ടോട്ടൽ ആർക്കിടെക്ചറിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഇതിൽ ഹൈ എവിടെയാണ്? ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട് അല്ലേ. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഹൈയിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഹൈ ജസ്റ്റ് സിമ്പിൾ നമ്മൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അത് സെലക്ട് ആയപ്പോഴേക്കും അതിനുശേഷം നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് കൊടുത്തതേ ഉള്ളൂ. ഇത്രയും ക്ലിക്ക് കൊടുത്തു.
ഇവിടെ നോക്കൂ, ഞാൻ ചെറിയ രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ. അതെന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇതിലേക്ക് വരാം. ഇവിടെ നോക്കൂ, അത് അപ്പോഴേക്കും ഇങ്ങനെ ഈ ടൂളിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതൊക്കെ ഇതൊക്കെ നിങ്ങൾ ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൺടിക്ക് ചെയ്യാം. ഇത് അൺടിക്ഡ് ആയിട്ട് കിടക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. വേണ്ടാന്ന് വെക്കുന്നത് നല്ലത് തന്നെ. ഞാനിപ്പോൾ അതില്ലാണ്ട് തന്നെ നോക്കുന്നു. സോ നെക്സ്റ്റ് കംസ്, ഇതൊന്നും നിങ്ങൾ ഒരു മാറ്റവും വരുത്തണ്ട. ഇവിടെ VAH എന്ന് വെച്ചാൽ വാല്യൂ ഏരിയ ഹയറിലുള്ള വാല്യൂ ഏരിയ, VAL വാല്യൂ ഏരിയ ലോ. അപ്പോൾ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു. അതേമാതിരി ഹൈയിൽ എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള വാല്യൂ ഏരിയ, ലോ എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ലോ, ബോട്ടത്തിലുള്ള വാല്യൂ ഏരിയ, സപ്പോർട്ട് റെസിസ്റ്റൻസ്, സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈ അൺടിക്ക് കൊടുത്താൽ നോക്കൂ, മേളത്തെ ലൈൻ പോയി. ഞാൻ വീണ്ടും ടിക്ക് കൊടുക്കുന്നു. ഇത് തിക്നെസ് കുറഞ്ഞായിരിക്കും കാണുക. നിങ്ങളത് തിക്നെസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഒരേ കളർ തന്നെ താഴേക്കും മേളിലേക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാകും. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ POC കണ്ടോ, പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയ്യസ്റ്റ് വോള്യം ജനറേറ്റ് ചെയ്ത ഏരിയ ഏതാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ലൈൻ ഉൾപ്പെടെ അവിടെ വരും, ഒരു റെഡ് ലൈൻ ഉൾപ്പെടെ അവിടെ വരും. നിങ്ങൾക്ക് കളേഴ്സ് ഏത് വേണേലും ചേഞ്ച് ചെയ്യാം. അതിനെയാണ് POC. ഇതാ കാണുന്നു, നോക്കൂ, POC പോയിൻ്റ് ഓഫ് കൺട്രോൾ, POC. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഡെവലപ്പിംഗ് POC ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. ലേബൽ ഓൺ പ്രൈസ്, ഇൻപുട്സ് അതേമാതിരി ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. ചിലർ 30 കൊടുക്കുന്നവരുണ്ടാവും, പിന്നെ ഇത് ചിലർ വോള്യൂം ഏരിയ വാല്യൂ ഏരിയ വോള്യൂം 70 കൊടുക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ആക്കാം, 70 ആക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. ഞാൻ 100 കൊടുത്തു, 100, ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവിടെ നമ്പേഴ്സ് തന്നെ കൊടുക്കണം. ടിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്ലൗഡ് ഫോർമേഷൻ വരും, അത് വേണ്ട, നിങ്ങൾക്ക് നമ്പേഴ്സ് തന്നെ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. സോ ടൂളിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞു. പാർട്ട് നമ്പർ 2 എന്താണ് ആങ്കേർഡ് വോള്യൂം പ്രൊഫൈൽ എന്ന് പറഞ്ഞു. 2 സെറ്റിങ്സ് എങ്ങനെ ചെയ്യാം, അത് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. സെറ്റിങ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഏത് വിധത്തിൽ വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഏരിയ മുതൽ ഈ പ്രൈസ് ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോ ഏരിയ വന്നത് വരെയുള്ള ടോട്ടൽ ഇത് മുതൽ ഇതുവരെ പ്രൈസ് വന്നേക്കുന്നു. മൊത്തത്തിൽ ഈ ടോട്ടൽ ഏരിയ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്? ഈ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോൾ, ഇതാണ് POC പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതെന്താണ്? വാല്യൂ VA ഹൈ H ആണ്. വാല്യൂ ഏരിയ ഹൈ ലോ. നിങ്ങൾ വാല്യൂ ഏരിയ എന്നൊന്നും ഓർക്കണ്ട. ഹൈ ലോ പോയിൻ്റ് ഓഫ് കൺട്രോൾ. പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നിന്നും പ്രൈസ് ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോൾ നോക്കൂ. പോയിൻ്റ് ഓഫ് കൺട്രോളിൽ എവിടെയൊക്കെ പ്രൈസ് വന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ബൗൺസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ വീണ്ടും അതിനെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തപ്പോൾ പ്രൈസ് ശക്തമായ രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. വീണ്ടും പോയിൻ്റ് ഓഫ് കൺട്രോളിൽ വന്നപ്പോഴേക്കും അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി. വീണ്ടും പോയിൻ്റ് ഓഫ് കൺട്രോൾ ഏരിയയിൽ വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ലൈറ്റായിട്ട് മുകളിലേക്ക് പോയി. വീണ്ടും അതിൻ്റെ ലോ വന്നിട്ട് വീണ്ടും ഹൈയിലേക്ക് പോയി. സോ ഇത് എന്താ പറയുക, 3 മിനിറ്റ്സ് എൻറ്റയറായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെയാണ് ഹയ്യസ്റ്റ് പോയിൻ്റ് ഓഫ് ഏരിയ. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഈ ഒരു 3 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ട്രേഡേഴ്സ് നിൽക്കുന്നതെന്നർത്ഥം. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ വന്നു കഴിഞ്ഞതിന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമുക്കിപ്പോൾ തൊട്ടടുത്ത ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് ഏറ്റവും റീസെൻറ്റ്, കാരണം ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മളിത് നോക്കുന്നത്. 3 മിനിറ്റ്സിൻ്റെ നമുക്ക് വേരിയേഷൻ. ഇൻട്രാഡേയിൽ നോക്കൂ. ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യം നമുക്ക് വിട്ടേക്കാം. ഇനിയിപ്പോൾ ഇൻട്രാഡേയിൽ ഇവിടുത്തെ ഇതിപ്പോൾ ഏറ്റവും അവസാന നിമിഷം എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അതെടുത്തിട്ട് ഇതിൻ്റെ ഈ ലോയിൽ നിന്നും ഈ ഹൈ വരെ പോയി, അല്ലെങ്കിൽ ഈ ഹൈയിൽ നിന്നും ലോയിലേക്കാണല്ലോ ഏറ്റവും അവസാനമായിട്ട് വന്നേക്കുന്നത്. ഇവിടെ കൊടുത്തു നോക്കൂ. ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നോക്കൂ, പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റവും ഹയ്യസ്റ്റ് റേഞ്ചിൽ കാണിക്കുന്ന എവിടെയാണ്? ഈ ഒരു ഏരിയയിൽ കാണിക്കുന്നുണ്ട് പ്രൈസ്.
കണ്ടോ? ഇനി വീണ്ടും ഇതിനെ നമുക്ക് മാറ്റി നമുക്ക് നോക്കാം. ഇതിനെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ആങ്കേർഡ് വോളിയം ഇവിടെ നിന്ന് കൊടുത്ത് നോക്കാം. ഇവിടെ നിന്ന് എന്താ സംഭവിക്കുക നോക്കാം. ഇവിടുന്ന് അവിടെയും പോയിന്റ് ഓഫ് ഓരോ ഏരിയയിൽ നോക്കുമ്പോൾ കൃത്യമായിട്ടും ആ ഒരു ഏരിയയിൽ തന്നെയാണ് എന്തുള്ളത്, വോള്യം, ഹയ്യസ്റ്റ് ട്രേഡ് വോള്യം നടന്നിരിക്കുന്നത്. അവിടെ എല്ലാം എന്താണ്, ഇവിടെ ഹയ്യസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിലല്ല ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്. പകരം അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് നമുക്കൊരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നോക്കൂ, ഈ ഇത്രയും റേഞ്ച് എന്ന് പറയുന്നത് ഒരു പീക്ക് റേഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കൂ, അതേമാതിരി തന്നെ നോക്കൂ, പ്രൈസ് ഇവിടെ വരെ താഴെ ഈ ഒരു ബോക്സ് വരെ വന്നു, വീണ്ടും തിരിച്ച് ഇതിന് മേളിലേക്ക് പോകാൻ നിൽക്കുന്നു, വീണ്ടും ഇതിനുള്ളിൽ തന്നെ നിൽക്കും. കാരണം ഇവിടെ നോക്കൂ, ഇത്രയും പോയിൻറ്റ്സിൻ്റെ ഉള്ളിൽ നല്ല ഹെവി ട്രേഡ്സ് നടന്നിരിക്കുകയാണ്. അതിലും എസ്പെഷ്യലി ഈ ഒരു ഏരിയ, അതാണ് റെഡ് ലൈൻ, മാക്സിമൈസിങ് ലൈൻ ആണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. വളരെ ശ്രദ്ധിച്ച് ഓരോ പോയിൻറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു വാട്ടർ തിയറി പറയാം. വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അത് ഒരു തിയറിയും അല്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച തിയറിയാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, അതിനുശേഷം അവിടെ പ്രൈസ് ഹിറ്റ് ചെയ്തിട്ട് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹിറ്റ് ചെയ്ത് താഴെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും. നിസ്സാരം എന്ന് പറയുന്ന പോലെ വാട്ടർ ഫോൾസ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ് ടു ലോ ആൾട്ടിറ്റ്യൂഡ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം ദൂരം ഹൈറ്റ് കൂടുതൽ നിൽക്കുന്നിടത്തു നിന്നും വെള്ളം ഹൈറ്റ് കുറഞ്ഞിടത്തേക്കല്ലേ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ വരിക. ഇത്രയും ലോജിക്കായിട്ട് ഇവിടെ ഇപ്പം ഹൈറ്റ് കൂടി നിൽക്കുന്ന പ്ലേസ് ഇതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. പ്രൈസ്, വെള്ളം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസായിട്ട് കൺസിഡർ ചെയ്ത് നോക്കൂ. പ്രൈസ് ഇവിടെ വന്ന് ഒരിക്കൽ വന്ന് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മേളിലേക്ക് പോയി, ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തപ്പോൾ പ്രൈസ് മേളിലേക്ക് പോയി, ഇവിടെ നിന്ന് താഴ്പോട്ടേക്ക് വന്നു പ്രൈസ് താഴ്പോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കൂ, ഏത് ഏരിയയിലാണ് വോള്യം കുറഞ്ഞിരിക്കുന്നത്. വോള്യം മീൻസ് ട്രേഡേഴ്സിൻ്റെ എന്താ പറയുക, ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കുന്ന ലെവൽസ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനർത്ഥം ഇവിടെ നിന്ന് ബൗൺസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പ്രൈസ് വീണ്ടും പ്രീവിയസ് ഹൈ നോക്കൂ. ഇതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പ്രീവിയസ്. ഞാനിതൊന്നും മാനുവലി വരച്ചതല്ല, ഈ ടൂള് തന്നെയാണ് വരച്ച് തന്നത്. ഈ ടൂള് ബേസിസിൽ ഷോർട്ട് ടേമിൽ, അതായത് 3 minutes ഇൻ്റർവെൽ ടൈമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നിന്ന് പ്രൈസ് ഇപ്പോൾ ബ്രേക്കൗട്ട് കൊടുത്തു മുകളിലേക്കാണെങ്കിൽ ഇതിനപ്പുറം ഈ പ്രൈസ് നോക്കൂ, ഇതുവരെയാണ് ഏതാണ്ട് ഈ ബോക്സിൻ്റെ ശ്രദ്ധിച്ച് നോക്കൂ, ഈ ബോക്സ് ഈ ഒരു ലെവൽ വരെയല്ലേ ഏറ്റവും ഹയ്യസ്റ്റ് വോള്യൂം, ഓവറോൾ വോള്യൂം നോക്കൂ. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ, അതേമാതിരി തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാലും പ്രൈസ് നോക്കൂ കറക്റ്റായിട്ട് ഈ ഒരു ലെവൽ നിൽക്കുന്നുണ്ടോ. ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഫ്രീ ഫോളാണ്. ഏറ്റവും കുറഞ്ഞ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ലൈൻ വരച്ചാൽ അടുത്ത ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും വോള്യത്തിൻ്റെ ലെവൽ കുറയുന്നു. ഈ ബാർസ് ഇവിടെയൊക്കെ വോള്യം കോൺസെൻട്രേഷൻ കുറവാണ്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചെറിയ ഒരു വോള്യം കൂടുതലുണ്ട്. അപ്പോൾ എയ്തർ അതിൽ തന്നെ നിങ്ങൾ ലോജിക്കലി യൂസ് ചെയ്യേണ്ടുന്നത്, അപ്പോൾ പ്രൈസിന് മുകളിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് വെച്ചാൽ അത് മേ ബി ഇവിടെ വരാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അതായത് പ്രൈസ് നോക്കൂ, 25,694 എന്ന് പറയുന്നൊരു പോയിൻ്റിൽ, അതിനർത്ഥം എന്താണ്, 25,700. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് റൗണ്ട് ഫിഗർ അവിടെ വന്നില്ലേ, 25,700 എന്ന് പറയുന്നൊരു സോണിൽ അവിടെ എന്തുണ്ട്, കുറച്ച് ട്രേഡേഴ്സ് കൂടുതൽ നിൽപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ശക്തി വെച്ച് നോക്കുമ്പോൾ ഇതും ക്രോസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ടെന്നർത്ഥം. ഐഡിയ പിടികിട്ടിയോ? വെള്ളം ഹൈയിൽ നിന്നും ലോയിലേക്ക് സഞ്ചരിക്കും എന്നൊരു തിയറി പോലെ നിങ്ങൾ ഇതിലും എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിയില്ല. വോള്യം പ്രൊഫൈല് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം ഇതാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ വരയ്ക്കുന്നതല്ല, ഈ ടൂൾ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമെന്നല്ല, പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇവിടെ നിന്ന് മുകളിലേക്ക്, പക്ഷേ അതുവരെ ഇവിടെ ഇപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബാരിയർ ഇവിടെ മാത്രമല്ല, ഇതുവരെ ആ റെസിസ്റ്റൻസിൽ അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഇങ്ങനെ നിന്നിട്ട് ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഹൈ.
ഏതുവരെ? പിന്നെ ഫ്രീ ഫോൾ, കുറഞ്ഞത് ഇതുവരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പല സിനാരിയോസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 3 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഇനി ഇവിടെ നിന്ന് എന്താ സംഭവം? ഇവിടെയും നമുക്ക് ഓരോ പോയിന്റിലും നമുക്കിത് ചിലപ്പോൾ മാറി വരും. ഇവിടെ നിന്നാണല്ലോ മേളിലേക്ക് പോയി, ഇവിടെ നിന്ന് എന്താ വോള്യൂം, അവിടെയും നോക്കൂ, ഇവിടെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? നിങ്ങൾ നല്ല ശ്രദ്ധിക്കൂ. നമ്മൾ ഈ ഒരു ഹൈയിൽ നിന്നും ഇതുവരെയുള്ള വോള്യത്തെ പറ്റി നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന പോയിന്റുകളിലായിരുന്നു വോള്യത്തിൻ്റെ വാല്യൂ കുറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈ വരെ പോയ പ്രൈസിൻ്റെ ഏരിയയിൽ എവിടെയായിരുന്നു നമ്പർ ഓഫ് ട്രേഡേഴ്സ് കൂടി നിന്നത്? അതും ഇതേ പോയിന്റ് ഓഫ് കൺട്രോൾ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം നോക്കൂ, ഇതിപ്പോൾ ഇതിന് മുകളിലേക്കൊക്കെ നല്ല ശക്തമായിട്ട് വോള്യം കൂടി നിൽക്കുന്നു, ഇവിടെ വോള്യം കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? മുകളിലേക്ക് ചെല്ലും തോറും ഓരോ പോയിന്റിലും താഴത്തെ അപേക്ഷിച്ച് റെസിസ്റ്റൻസ് കൂടുതലാണ്, ഫ്രിക്ഷൻ കൂടും, മേൽപോട്ടേക്ക് പോകാനുള്ള സാഹചര്യം കുറവാണ്. പക്ഷെ താഴ്പോട്ടേക്കാണെങ്കിലോ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ, ഈ ഒരു ബോക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. നോക്കൂ, ഈ ഒരു ബോക്സ് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ബോർഡർ നോക്കൂ, ഈ ഒരു ബോർഡർ നോക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റായിട്ട് പ്രൈസ് ഇവിടെ വരുന്നു, തിരിച്ച് ബൗൺസ് ചെയ്യുന്നു, വീണ്ടും താഴ്പോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നു, തിരിച്ച് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇനി ഇവിടെ നിന്ന് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഫോൾ ടു ദിസ് ലെവൽ. ഇനി ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇങ്ങോട്ട് മുകളിലേക്കാണെങ്കിൽ ഇനി ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വാട്ടർ തിയറി വെച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. വാട്ടർ തിയറി വെച്ചിട്ട് ഏത് ഏരിയയിലേക്ക് പോകാനായിരിക്കും സാധ്യത? അപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഡ് ലൈൻ എന്നൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതിനോടൊപ്പം തന്നെ അതിനോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന വോള്യം എന്താ പറയുക, ക്ലൗഡ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം ഒരു കൂട്ടം ഏരിയ എന്ന് പറയുന്നത് ശക്തമായ വോള്യം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആൾക്കാരുണ്ടെന്നർത്ഥം. അതിൽ ആരാണ് വിജയിക്കാൻ സാധ്യത? മുകളിലേക്ക് കൂടുതൽ വോള്യമുണ്ട്, അതുകൊണ്ട് മുകളിലേക്ക് പോകും എന്നർത്ഥമല്ല. വോള്യത്തിൻ്റെ എന്താ പറയുക, ഇൻറ്റൻസിറ്റി കുറയുന്നത് എവിടെയാണ്? ശരിക്കും സിമ്പിൾ ലോജിക്ക്, താഴെ നിന്ന് പ്രസ് ചെയ്തവരുടെ എണ്ണം കുറവാണ്. മുകളിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? താഴ്പോട്ടേക്ക് വരാൻ സാധ്യത കൂടുതലായിരിക്കും. ഇത്രയും ലോജിക്കുള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ വോള്യം കുറവാണ്. സോ കുറഞ്ഞ പക്ഷം അടുത്ത ഈ ഒരു പോയിന്റിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏരിയയാണ് ഈ ഒരു ഏരിയയാണ്. അതേമാതിരി നോക്കൂ, പ്രീവിയസ്ലി ഈ ഒരു ഏരിയയിൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ഏരിയയിൽ നോക്കൂ, ഈ കൃത്യമായിട്ട് പ്രൈസ് പ്രീവിയസ്ലി അതിന് മുന്നേ താഴെ വരെ വന്നു, ഉടനെ സഡനായിട്ട് ഇവിടെ പോയി, തിരിച്ച് ഇവിടെ വന്നു, ഇവിടെ നിന്ന്. കാരണം ഇവിടുത്തെ ഏരിയയിൽ കുറച്ച് കൂടുതൽ കമ്പാരിറ്റീവ്ലി ഈ ഏരിയ മുതൽ ഈ ഏരിയയ്ക്കുള്ളിൽ അല്പം കൂടുതൽ ഇവിടെയാണ് വോള്യൂം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ വന്നു, അവിടെ നിന്ന് ബൗൺസ് ചെയ്തു, വീണ്ടും അങ്ങടേക്ക് തന്നെയാണ് വരുന്നത് ആശാൻ. അപ്പോൾ ഇനി ഇവൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഇവൻ തിരിച്ച് ഫാസ്റ്റായിട്ട് ഇവിടെ വരെ വരും. പിന്നെ ഇവിടെയും ഇതേമാതിരി ഒന്നോ രണ്ടോ ചെറിയ എന്താ പറയുക റിവേഴ്സൽ കാൻഡിൽസ് കാണിക്കും. വീണ്ടും ഇവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷടേന്ന് ഇവിടെ വരെ വരും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിങ്ങിന് ബെസ്റ്റാണ്. ഇൻട്രാഡേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് പൊസിഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഇനി എങ്ങനെ നമുക്കത് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റി പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഒരു പാഠം ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഞാൻ പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ലൈക്ക് എനിക്ക് തരിക. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, ഇനി നമ്മളടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്കിതിൻ്റെ എന്താ പറയുക, ഹയ്യസ്റ്റ് ഇപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞു. സോ നമ്മൾ 3 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി. അപ്പോൾ ഇതിലൂടെ നമുക്കിനി എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? പ്രൈസ് ലോയിൽ വന്നു, ഹൈയിലേക്ക് പോയി, അവിടെ നിന്ന് പ്രഷർ ചെയ്ത് പ്രൈസ് താഴെ വന്നു, വീണ്ടും ഒരു ബൗൺസ് കൊടുത്തു, വീണ്ടും താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് പോകാൻ നോക്കുന്നു, വീണ്ടും അത് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴ്പോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. പോയിന്റ് ഓഫ് കൺട്രോൾ ഇപ്പോൾ കറക്റ്റായിട്ട് അടുത്ത് നിൽക്കുന്നു. അതിനെ ക്രോസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോൾ. ബിക്കോസ് ഇതാണ് ഏറ്റവും ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്രോസിൻ്റെ ബോർഡർ ലൈൻ, ഈ ഒരു ഏരിയയിൽ ക്രോസ് ചെയ്ത് വന്നാൽ
അതായത് നോക്കൂ, ബോർഡർ ലൈൻ ഇവിടെയല്ലേ നിൽക്കുന്നത്, കണ്ടോ, ഇതാണ് കറക്റ്റ്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ പ്രൈസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീ ഫോളായിട്ട് താഴ്പോട്ടേക്ക് ഇവിടെ വരെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെ ചിലപ്പോൾ ബൗൺസ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ടൈം ഫ്രെയിം താഴത്തേക്കുള്ള സപ്പോർട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ അടുത്ത ടൈം ഫ്രെയിമിൽ നമ്മൾ കൊണ്ടുപോയി ഈ ഒരു എന്താ പറയുക ടൂൾ ഉപയോഗിച്ച് നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഈ പോയിൻ്റ് ഡിലീറ്റ് ചെയ്യുക. ടൈം ഫ്രെയിം നമുക്ക് 3 മിനിറ്റ്സ് കഴിഞ്ഞു, 5 മിനിറ്റ്സിലേക്ക് പോകാം. കുറച്ച് വീഡിയോ ലെങ്തിയാണ്, നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സോടുകൂടി നിങ്ങൾ വോളിയം പ്രൊഫൈൽ നിങ്ങൾ മാസ്റ്റർ ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു പോയിൻ്റ് പോലും മിസ് ചെയ്യരുത്. സോ അടുത്ത പോയിൻ്റ് നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം വന്നു. ഇപ്പോൾ ടൈം ഫ്രെയിം ഞാൻ മാറ്റി. ഇനി വീണ്ടും നമ്മൾ പഴയ പോലെ പല ഘട്ടങ്ങളിലേക്ക് വോളിയം പ്രൊഫൈൽ നമ്മളൊന്ന് അനാലിസിസ് നടത്തി നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇവിടുത്തെ ഹൈയിൽ നിന്ന് ഇതുവരെ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രൈസിൻ്റെ വേരിയേഷൻ നോക്കാം. നോക്കൂ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഫുൾ ഹൈ എന്താ പറയുക, ഇത് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഒന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതേ കൺട്രോൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഏരിയ തന്നെയാണ് ഇവിടെ കൂടുതലും. ഇത് മുതൽ ഇതുവരെയും എന്താണ് കൂടുതലായിട്ട് ഹെവി വോള്യം നടന്നിരിക്കുകയാണ്. എസ്പെഷ്യലി ഹെവി വോള്യം നടന്നിരിക്കുന്നത് മാത്രമല്ല, ബേസിക്കലി അത് പ്രൈസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് താഴ്പോട്ടേക്ക് കൊണ്ടുവരാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. എഗെയിൻ ഈ ഒരു ലോ ഏരിയയിൽ വന്നപ്പോൾ സഡനായിട്ട് ഇവിടെ ഒന്ന് ഹൈ കൊടുത്തു, വീണ്ടും ഈ ഏരിയയിൽ കടന്ന് വിടുന്ന് പോകുന്നില്ല, കണ്ടോ, അത് വീണ്ടും ഇവിടെ താഴ്പോട്ടേക്ക് വരുന്നു. ഇവിടെ ബോർഡർ ലൈൻ വന്നു കഴിഞ്ഞാൽ ഇതും കൺഫർമേഷൻ തരുന്നത് കൂടുതലും ബെയറിഷ് ആറ്റിറ്റ്യൂഡിലേക്കാണ്. നെക്സ്റ്റ് ട്രേഡിംഗ് സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ, ഐ മീൻ ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്, ഓപ്പണിംഗ് ചെയ്യുമ്പോൾ സാധ്യത ഒരു പക്ഷേ ഇനി മുകളിലേക്ക് പോയാലും ഉടനെ ഇമ്മീഡിയറ്റ്ലി അടിച്ച് താഴത്തേക്ക് വിടാനുള്ള സാധ്യത കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഓഫ് വെള്ളം മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് ഒഴുകുമെന്നുള്ള കൺസെപ്റ്റ്. ഈ ലൈൻ എവിടെയാണോ അതാണ് മുകളിലും താഴെ. ഇപ്പോൾ താഴെയാണ് ഈ ലൈനെങ്കിൽ ഇത് മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് എന്നുള്ള രീതി, അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിനെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഇവിടെയാണ് ഇത് മുകൾ ഭാഗമായിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും എന്നുള്ള രീതി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് 5 മിനിറ്റ്സ് റേഞ്ചിൽ. ഇനി അടുത്തത് 15 മിനിറ്റ്സ് റേഞ്ചിൽ എന്താണ് ടൈം ഫ്രെയിമിൽ നോക്കാം. അപ്പോഴും ഇത് നമുക്ക് ലൈൻസിൽ ഇൻഡിക്കേറ്റർ അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോഴും ഇവിടെ തന്നെയാണ് കൂടുതൽ വോള്യം, ഇവിടെ ഓവറോൾ വോള്യം കുറവ് ഇങ്ങോട്ടേക്കാണ്. സോ ഈ ഒരു ഏരിയ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ്, ഇനി ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ നിന്ന് എങ്ങനെയാണ് പ്രൈസ് വോള്യം അനാലിസിസ് നോക്കണം എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മുതൽ ഈ ഒരു ഹൈ വരെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ വോള്യം ടോട്ടൽ വോള്യം ആംഗിൾ നോക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോട്ടത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെയും ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് നോക്കൂ, ഈ ടോട്ടൽ ഈ ഹൈ ഈ ലോ ഈ ഹൈ ഇവിടെ ഇപ്പം നിൽക്കുന്ന ഓ ഹൈ നല്ല ഈ ഹൈ എന്ന് പറഞ്ഞാൽ ലോ, ഈ ഹൈ എന്ന് പറഞ്ഞാൽ ഈ ലോ എന്ന് പറഞ്ഞാൽ ഈ ലോ, ഈ ഹൈ ഇവിടുത്തെ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കുറച്ചൊക്കെ കോമഡിയൊക്കെ ഉണ്ടാവും, നിങ്ങൾ ചിരിക്കുന്നെങ്കിൽ ചിരിച്ചാൽ മതി, ഞാൻ കോമഡിയാണെന്ന് പറയുകയാണ്. ഓക്കെ ഫൈൻ. സോ ഈ ഒരു പോയിന്റിൽ ഇവിടെയും പോയിന്റ് ഓഫ് കൺട്രോൾ എവിടെയാണ്, ഈ ഒരു ഏരിയയിൽ, അതിലും ഈ ഒരു ഇത്രയും പോർഷൻ തന്നെയാണ് സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ഓഫ് സെക്ഷൻ. അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങൾക്ക് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. ഒന്ന് എന്താണ്, ഈ ഒരു ഏരിയ പ്രൈസ് എയ്തർ ഡൗൺ സൈഡ് ഓർ അപ്പ് സൈഡ് പോകുന്നത് വരെ ട്രേഡ് എടുക്കാൻ പാടില്ല. പോയിന്റ് നമ്പർ 1. കാരണം അപ്പോൾ ഈ വോളറ്റാലിറ്റി ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരിക്കലും പോയിന്റ് ഓഫ് കൺട്രോൾ സിംഗിൾ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡ് പോകും, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ താഴ്പോട്ടേക്ക് ഓടിപ്പോകും എന്ന് കരുതുന്നത് മണ്ടത്തരം. അതൊക്കെയാണ് ചില വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കൺട്രോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സഡനായിട്ട് അങ്ങോട്ട് പോകും, പോയിന്റ് ഓഫ് കൺട്രോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും എന്നൊക്കെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ മാത്രം നോക്കിയാൽ പോരാ, അതിനോടനുബന്ധമായി നിൽക്കുന്ന ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, അതായത് ടോപ്പ് ആൻഡ് ബോട്ടം അതിൽ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണെന്ന് നോക്കുക. അതിനെ എപ്പോൾ പ്രൈസ് ഏത് ദിശയിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ഓർ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുവോ ദാറ്റ് പോയിന്റ് നമ്മൾക്ക് എൻട്രി പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന് നിങ്ങൾ മുകളിലേക്ക് ഇത് ബ്രേക്ക് ചെയ്യണോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ടുവേർഡ്സ് അപ്പ് സൈഡ് പോകാൻ സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് ഗോയിങ് ഡൗൺ, ബിക്കോസ് ഇവിടെ വോള്യൂം തീരെ ഇല്ല. സോ ഷാർപ്പ്ലി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇനി അടുത്ത് നമുക്ക് 15 നിന്ന് നമുക്ക് എന്താ പറയുക, സ്ട്രെയിറ്റ് അവേ നമുക്ക് 1 അവർ അല്ല, നോർമലി 1 അവർ ട്രേഡ് ചെയ്യുന്നത് അത് പറഞ്ഞില്ല എന്ന് വേണ്ട. 1 അവറിലേക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് എന്താ ചെയ്യാൻ നോക്കാം. അവർക്ക് ഇപ്പോൾ നോക്കൂ, പ്രൈസ് ഏറ്റവും വലിയ ലോവസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്, 25,400 അല്ലെങ്കിൽ 500, 25,500 എന്ന് പറയുന്ന ഒരു കീ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്കിവിടെ വർക്കാകും എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈ ദ വേ, പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 25,700, 650 റേഞ്ചിൽ നിൽക്കുന്നു. അവിടെ നിന്ന് ഇനി ഒരു 150 പോയിൻറ്റ്സ് താഴ്പോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ കാൻഡിൽ സ്റ്റിക്സ്, ഇനി അടുത്ത കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ഇതാ പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് വോളിയം അനാലിസിസ് രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്താൽ പോലും ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങറ്റം വരെ വന്നാൽ അടുത്തെന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് ആസ് പെർ W പാറ്റേൺ ഫോർമേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ഫോർമേഷൻ പ്രകാരം ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏതുവരെ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ ഇതിൻ്റെ ഇത്ര ഏരിയ നോക്കിയിട്ടുള്ളൂ. അത് നമുക്ക് കൺഫേം ചെയ്യാം. അതെങ്ങനെ കൺഫേം ചെയ്യണം, ഈ വോളിയം ഏരിയ ഇതിവിടെ നിൽക്കട്ടെ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു വോളിയം പ്രൊഫൈലും കൂടെ കൊടുത്ത് നോക്കൂ. അതും സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ഇത് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് താഴ്പോട്ടേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും ഇതേ ഏരിയ തന്നെയാണ് കോർ റെസിസ്റ്റൻസും സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് താഴേന്ന് മുകൾപോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കോർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ലോലി ആണെങ്കിൽ പോലും അടുത്ത ഏതുവരെ വരും, പ്രൈസ് ഇതുവരെ പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ അതിനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. സിമ്പിൾ. നോക്കൂ, ഒരു ഇൻഡിക്കേറ്റർ, വേറെ ഒരു ഇൻഡിക്കേറ്ററും ഇല്ല. ഇതൊരു ടൂള് മാത്രമാണ്. ഇതേ വോളിയം പ്രൊഫൈലിന് അനേകം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ അറിയാം. പക്ഷേ ഫ്രീ ട്രേഡിംഗ് യൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കിതൊരു ടൂളാണ്. ടൂളെന്ന് പറയുമ്പോൾ ഇത് അവൈലബിൾ ആണ്. ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാൻ ഇതാ നോക്കൂ, ഇവിടെ ഏതാണ്ട് ഇതിന് തുല്യമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ പ്രൈസ് ഇവിടെ എത്തുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് ആരംഭിച്ച് തുടങ്ങും. പിന്നെ മെല്ലെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവിടെ ഇതാ നോക്കൂ, അതേമാതിരി ഇവിടെ നോക്കൂ, ഈ ലെവൽ നോക്കൂ, ഇതേമാതിരി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബ്രേക്ക് മീൻസ് ചെറിയ രീതിയിൽ എന്ത് സംഭവിക്കും, ചെറുതല്ല, ശക്തമായ റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണിത്. ഇതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ അപ് ടു ദിസ് ലെവൽ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ലോജിക്. പ്രൈസ് ഇനി അടുത്ത് നമുക്ക് സ്വിങ്. ഇതിപ്പോൾ 1 അവർ ലൈൻ. 1 അവർ എന്ന് പറയുന്നത് ഇൻട്രാഡേയിൽ ആരും 1 അവർ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയാം, ഇൻട്രാഡേ. പക്ഷേ ഇതിനാണ് സ്വിങ്. വീക്ക്ലി സ്വിങ്ങിനെയൊക്കെ നിങ്ങൾക്ക് ഈ വോളിയം പ്രൊഫൈലിൻ്റെ 1 അവർ ടൈം ഫ്രെയിം ഉപയോഗിച്ച് നിങ്ങൾക്ക് വീക്ക്ലി സ്വിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? എന്താണ് ഇവിടുത്തെ ക്ലാരിറ്റി എന്താണ് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഇപ്പോൾ പ്രൈസ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 1 അവർ ചാർട്ടിൽ ഇവിടെ നിന്ന് ഡൗൺ സൈഡ് വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര പോയിൻ്റാണ്, ഓൾമോസ്റ്റ് അത് തന്നെ 197 പോയിൻ്റ് ഉണ്ട് നിഫ്റ്റി. ഇവിടെ നിന്ന് വരിക എന്ന് ഈ ഷോർട്ട് ലെങ്ത് നോക്കേണ്ട കാര്യം 197 പോയിൻ്റ് നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ നിന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ എവിടെയാണ്, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഡൗൺ പോയിന്റ് വരെ 150 പോയിന്റ് നിങ്ങൾക്ക് ഇതിന് താഴ്പോട്ടേക്ക് വരാൻ സാധ്യത കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വൺ തിങ്. അത് കഴിഞ്ഞാൽ അടുത്തത് ഇനി ഇവിടെ നിന്ന് മുകൾപോട്ടേക്കാണെങ്കിൽ ഈ ഒരു ബോർഡർ ലൈൻ അല്ലേ, അതേണ്ട ഈ ഒരു ബോർഡർ ലൈൻ നോക്കുമ്പോൾ ഇതിൽ നിന്ന് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുക, ഇനി ഇവിടെ തിരിച്ചു കയറുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കണോ, ഇവിടെ നിന്ന് നിങ്ങളൊരു ട്രേഡിന് സാഹചര്യം കൂടുതലാണ്. പക്ഷേ അപ് ടു ഏതുവരെ, ഇതുവരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്യാവൂ. അതിന് മേളിൽ അത് ഉടനെ പോകുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരം. അത് വരെ വന്നു കഴിഞ്ഞാൽ ആരാംസെ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. തിരിച്ച് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ എൻട്രി ചെയ്യാൻ പോകരുത്. വൺസ് താഴെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിൽ പോയിട്ട് തിരിച്ച് താഴെ വരുമ്പോൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വൈസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ ലഭിക്കാൻ സാധ്യത എന്താണ്, വീണ്ടും ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 100% ഇവിടെ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഗോയിങ് ടു അപ് ടു ദിസ് ലെവൽ വരെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. പോകുമെന്ന് ഒരിക്കലും ഞാൻ പറയാൻ ആളല്ല.
ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അനാലിസിസിനെ പറ്റി മാത്രമാണ് ഞാൻ നിങ്ങൾക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. വളരെ സാവകാശം, വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾക്കത് എത്രത്തോളം അത് പെർസീവ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പലർക്കും ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. ബോറിംഗ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഓരോ പോയിൻറ്റും ഞാൻ അനാവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും പറയാൻ പോയിട്ടില്ല. ലാഗിങ് ചെയ്യാൻ എനിക്കിങ്ങനെ പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. ലാഗിങ് ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, വീഡിയോ ലൈക്ക് ചെയ്യും. ഓക്കെ, സോ വീണ്ടും നമ്മൾ മുന്നോട്ട് കിടക്കുക. ഇവിടെ നിന്ന് അടുത്തത് 1 day ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഇതൊക്കെ ഒന്ന് ഈ പറയുന്ന മെസ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഫ്രഷായിട്ട്, കാരണം ഈ ടൂൾ നമുക്ക് ഓരോ ടൈം ഫ്രെയിമും നമുക്ക് മാനുവലി യൂസ് ചെയ്യാവുന്ന ടൂൾ തന്നെ. എടുത്ത് നോക്കുക. 1 day ടൈം ഫ്രെയിമിൽ വന്നു. 1 day ടൈം ഫ്രെയിമിൽ ഇത് കാണുന്നത് ഞാനൊരു അലേർട്ട് കൊടുത്തിട്ടേക്കാണ്, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. 1 ഡേയിൽ ഇപ്പോൾ എന്താ നമുക്ക് നോക്കേണ്ട വോളിയം പ്രൊഫൈൽ. ടോട്ടൽ ഈ ലോയിൽ നിന്നും ഈ ഹൈ വരെയാണല്ലോ ടോട്ടൽ ക്രൗഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഐ മീൻ ഇതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. കഴിഞ്ഞ നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ ഇതുവരെയുള്ള ഒരു പീരീഡാണ്. അപ്പോൾ ഇവിടെ വരെയുള്ള വോള്യത്തിൻ്റെ എവിടെയാണ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് കൂടുതൽ നടന്നിരിക്കുന്നത് നോക്കൂ. കറക്റ്റ് മിഡ് ലെവലിലാണ് ട്രേഡിങ്. അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ല എന്നുള്ള പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് മുതൽ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി നിൽക്കുന്നതിന് കാരണം. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വോളിയം പ്രൊഫൈൽ നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കൂ. അത് കഴിഞ്ഞ് ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു മേജർ പോയിന്റ് നോക്കൂ. ഇവിടെ നിന്ന് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ POC റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കൺട്രോളിന് മുകളിലുള്ള ക്രൗഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രഷർ കൂടുതൽ മുകളിലും താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഏരിയ ഇവിടെ വോള്യം ഏരിയ കുറഞ്ഞും കാണുന്നു ഡെയിലി ടൈം ഫ്രെയിമിൽ. അതിനർത്ഥം എന്താണ്, പ്രൈസിന് ഇനിയും ഏത് ലെവൽ വരെ വരാൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളത് അതേ 25,300 സോണിലേക്കൊക്കെ ഈ ഒരു മന്ത് ബേസിസിൽ ഈ ഒന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നോട്ട് ഓൺ എ സിംഗിൾ ഡേ ഒരു ഓവർ എ പീരിയഡ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്പോൾ മാർക്കറ്റിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ? ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അനാലിസിസ് നടത്താൻ കഴിയുന്നു നോക്കൂ. നിഫ്റ്റി ടുമോറോ, നിഫ്റ്റി നാളെ എന്ത് സംഭവിക്കും, നിഫ്റ്റി മറ്റന്ന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ നിനക്കറിയാമോ അവനറിയാമോ സാർ നിങ്ങൾ പറഞ്ഞു തരാമോ? എനിക്ക് ഓരോ ദിവസം എത്ര മെസ്സേജസ് വരുന്നറിയോ? ഓരോരുത്തർ അവരൊരു സ്വന്തമായിട്ട് അങ്ങ് എടുത്ത് വെക്കുകയാണ്. വെച്ചിട്ട് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നു, നിഫ്റ്റി നീ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. ആകെ ഒന്നും വേണ്ട, ഇച്ചിരി ആ ഒരു ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക, ഈ ഒരു ടൂൾ അങ്ങനെയൊന്ന് എല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാലല്ലേ നമുക്ക് വഴങ്ങത്തുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്ത് ശ്രമിക്കൂ സ്വന്തമായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ തന്നെ നോക്കൂ. വെള്ളം മുകളിൽ നിന്ന് ഇപ്പോൾ നിൽക്കുകയാണ്. മുകളിൽ വെള്ളം നിൽക്കുന്ന ടാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാ ഇങ്ങോട്ടേക്ക് പോകുമോ? ഇതാണ് താഴ്ന്ന പ്രദേശം. അപ്പോൾ വെള്ളം താഴ്ന്ന പ്രദേശത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾക്ക് കണ്ടു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ഓൾറെഡി ഒരിക്കൽ താഴ്ന്ന് വന്നു നോക്കൂ. വന്നിട്ട് തിരിച്ച് മെല്ലെ വീണ്ടും ഇവിടെ നിൽക്കുന്നു. വീണ്ടും അത് താഴ്പോട്ടേക്ക് തന്നെ വരാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ വീണ്ടും ഇനി അടുത്ത് എന്താ സംഭവം? ഇവിടെയൊക്കെ ഫ്രീ ഫോൾ ഏരിയ ആയിട്ടാണ് കാണുന്നത് ഓൺ എ ലോങ്ങർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും പ്രൈസ് താഴ്പോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ഒരു ലോങ്ങർ എക്സ്പയറി നോട്ട് ഓൺ എ സിംഗിൾ വീക്ക് ഓർ ഇനി ഈ ദിശയിൽ നിന്ന് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ വൈസ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോവാം. ഒരു ഹെഡ്ജ്ഡ് പൊസിഷനിലേക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. എന്താ ചെയ്യുക? സപ്പോസ് നമ്മളുടെ വ്യൂവിന് ഇതിപ്പോൾ നമ്മുടെ വ്യൂ മാത്രമാണ്. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് പോയി സ്ട്രെയിറ്റ് അവേ ഇത് കണ്ടിട്ട് ഉടനെ കുറേ പുട്ട് ഓപ്ഷൻ വാങ്ങി അങ്ങ് തള്ളുക. എന്നിട്ട് അങ്ങേര് പറഞ്ഞു ഇതാ ഇങ്ങനെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് അപ്പോൾ അവൻ പുട്ട് ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഒരു പക്ഷേ മേൽപോട്ടായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ഞാൻ തുമ്മി ഇവിടെ ഒരു പരിവാകും. അത്രമാത്രം ഓരോരുത്തർ എന്നെ പ്രാകും. അപ്പോൾ അതിന് നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളെപ്പോഴും ഒരു ഹെഡ്ജ്ഡ് പൊസിഷൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ ഓരോ സ്ട്രാറ്റജി വീഡിയോസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലുള്ള ഒരു സാഹചര്യം നമുക്ക് വ്യൂ അറിയാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്. വ്യൂ മനസ്സിലാക്കാൻ പറ്റി നമുക്ക്. അപ്പോൾ എന്താ നമുക്ക് ഇനി അടുത്ത് വേണ്ടത്? ആ വ്യൂവിന് ബേസ് ബിയറിഷ് വ്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ ബിയറിഷ് വ്യൂവിലുള്ളതിൽ നമുക്ക് റീസണബിൾ റിവാർഡ് കിട്ടണം. അതേമാതിരി റിസ്ക് വന്നാൽ അത് അവോയ്ഡ് ചെയ്യാൻ പാകത്തിന് ചെറിയൊരു റിസ്ക് വന്നാൽ ബാലൻസ് ചെയ്യണം. അപ്പം നമുക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം നമുക്ക്.
ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താണ് സ്പ്രെഡ് എന്നുള്ളത്. ഞാനിപ്പോൾ സ്ട്രാഡിൽ സ്ട്രാറ്റജി എന്നാൽ എന്തെന്നുള്ളൊരു ക്ലാസ് എടുത്തു. ഇനി അടുത്ത് സ്ട്രാങ്കിൾ എന്താണെന്നുള്ള ക്ലാസ്, അടുത്ത ക്ലാസ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ ചെയ്യാം. ഇപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. വോളിയം പ്രൊഫൈൽ ഇത് പറഞ്ഞു തന്നത്, ഇത് വീഡിയോ കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ സാവകാശം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കൂ. ഇത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പല ടൈം ഫ്രെയിമിലും ഞാൻ ഓരോരോ ടൈം ഫ്രെയിം എടുത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊന്നും വലിയ വിഷയമല്ല, സിമ്പിളായിട്ട് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഫൈനലായിട്ട് നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ ടൂൾ അതാ ക്ലിക്ക് ചെയ്തു, നേരെ വന്നിട്ട് ഏറ്റവും ഈ ഒരു ടോട്ടൽ ക്ലസ്റ്റർ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും ലോ പോയിന്റ് വന്ന പോയിന്റ് ഇവിടെയാണ്. അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ പോയിന്റ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് എടുത്തോളും. ടോട്ടൽ വോള്യൂം കോൺസെൻട്രേഷൻ നടന്ന ഏരിയ ഏതാണെന്ന് അത് തന്നെ ഇവിടെ കാണിച്ചു തരുന്നു കണ്ടോ. ഇനി നിങ്ങൾക്ക് വേറെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കണം. ഇനി ഇവിടെ നിന്ന് വേണ്ട, ഈ ഹൈ എടുത്ത് വെച്ച് നോക്കിയാലോ എന്ന് നോക്കാം നമുക്ക്. അപ്പോഴും ഏതാണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഇവിടെയും തന്നെ ശക്തമായത് ഇവിടുത്തെ ഈ ഒരു ഇതിലായിരുന്നു നേരത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി. അപ്പോഴും മുകൾ തട്ടിൽ കൂടുതൽ ബലം, അതായത് താഴ്പോട്ടേക്ക് തള്ളി വിടുന്നവരുടെ എണ്ണം കൂടി നിൽക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രമാത്രം റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്നു. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ലോവസ്റ്റ് ഏരിയയാണ് കാണിക്കുന്നത്. സോ ഓൾ ടുഗദർ നോക്കിയാൽ ഇങ്ങനെ ഇവിടെ ഇനി മാർക്കറ്റ് ഡൗണിലേക്ക് വരാനുള്ള ടെൻഡൻസി ഏതുവരെ അപ് ടു ദിസ് ലെവൽ. എന്നാൽ ഇതുവരെയാണോ? ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർന്നില്ലേ? അടുത്തത് വീണ്ടും പ്രീവിയസ് ലോ. ഇവിടെ മുതൽ ടോട്ടലായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഏത് ഏരിയയിലേക്കാണ് ട്രേഡ്? അപ്പോഴും ഇവിടെ തന്നെയാണ്. നോക്കൂ, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട എന്ന്. അതുപോലെ ഇവിടെ നോക്കിയാലും അത് തന്നെയാണ്, ഇവിടെ നോക്കിയാലും അത് തന്നെയാണ്. സോ ഇവിടെ നോക്കുമ്പോഴും ഈ ഏരിയയിലാണ് ട്രേഡേഴ്സിൻ്റെ ബൾക്ക് ട്രേഡിങ്, ലോട്ട് ഓഫ് ട്രേഡിങ് വോള്യൂം കൂടുതൽ നടന്നിരിക്കുന്നത്. ഓക്കെ, അതിനർത്ഥം എന്താണ്? അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വരെ വന്നു. ഇനി ഇവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യതയാണ് ഇവിടെ കാണുന്നതെന്ന് നമ്മൾ ഊഹിക്കാം. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കൂ, പ്രൈസ് ഇനി ഇവിടെ അല്ല, ഇവിടെ നിന്ന് വീണ്ടും താഴ്പോട്ടേക്ക് ഈ ഒരു ഏരിയ നോക്കൂ. ഈ ഒരു ബോക്സ് നമുക്ക് ഓരോരോ ബോക്സ് ആയിട്ട് നോക്കാം. കോൺസെൻട്രേഷൻ കൂടുതലുള്ള റേഞ്ച്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതൊരു റേഞ്ച് ഏരിയ, ഇതിനുള്ളിൽ പ്രൈസ് വന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കാൻ സാധ്യത. അതേ എന്നാ നോക്കൂ, പ്രീവിയസ് നോക്കൂ, അതേമാതിരി നോക്കൂ, ഇവിടെ നോക്കൂ, കണ്ടോ. ഈ ഒരു ഏരിയ ഇവിടെ വിട്ടാൽ അടുത്ത് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ, ദെൻ വീണ്ടും ഇവിടെ വിട്ടാൽ അടുത്ത് ഇതുവരെ, ബിക്കോസ് ദർ ഇസ് എ ഫ്രീ ഫോൾ ഏരിയ ഹിയർ. ഇനി ഇവിടെ നിന്ന് എന്ത് സംഭവിക്കാം? പക്ഷേ ഇതിങ്ങനെ ഒറ്റ ലൈനിലല്ല വരിക, ഇങ്ങനെ വരാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഏത് വരെ വരാം? 25,000 വരെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വരും ദിവസമോ മാസങ്ങളിലോ. സോ ഓവറോൾ നിഫ്റ്റി ഇനി വരാൻ പോകുന്ന പീരീഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സംഭവിക്കാൻ ഞാൻ പറഞ്ഞു തരാൻ ഇരിക്കലല്ല, സംഭവിക്കാനുള്ള സാധ്യത വോള്യൂം പ്രൊഫൈൽ നമുക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഓക്കെ, എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗുഡ്, നല്ലതാണ്. അതേമാതിരി സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. മാർക്കറ്റ് നിഫ്റ്റി താഴെ വരുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന? മാർക്കറ്റിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ കോടീശ്വരനാകാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ 5 കൊല്ലം 10 കൊല്ലം റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ബാങ്ക് പലിശയ്ക്ക്, നിങ്ങൾക്ക് ബാങ്കിൽ ഇടുന്ന പലിശയ്ക്ക് കിട്ടുന്നതിൻ്റെ ഒരു പേരാണ് എന്താണ്? റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയും. അതിനാണ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനേക്കാൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് റീസണബിളായിട്ട് ഒരു 5 to 10 ഇയേഴ്സ് എക്സ്റ്റെൻഡഡ് പീരിയഡിൽ നിങ്ങളൊരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സൊസൈറ്റി ഫണ്ടുകൾ അല്ലെങ്കിൽ ചിട്ടി ഫണ്ടുകൾ ഇതുപോലുള്ള ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈവൻ ബിസിനസ് പീപ്പിൾസിനൊക്കെ ഷോർട്ട് ടേം ഫണ്ടുണ്ട്, ലിക്വിഡ് ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾ 90 ഡേയ്സിലൊക്കെ ഇടുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ
ഹ്യൂജ് എമൗണ്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് അത് ഒന്നും കിട്ടാത്തതിന് പകരം നിങ്ങൾ അതിനെ എടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾ ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡേയ്സ് ലോക്കിംഗ് പീരീഡുള്ള ഫണ്ടൊക്കെ ഉണ്ട്. 90 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റീസണബിളായിട്ട് നിങ്ങൾക്ക് വലിയ ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ, ചെറിയൊരു ആണെങ്കിലും ചെറുതായിട്ട് റിട്ടേൺസ് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, അത്തരം ഫണ്ടുകളും അവൈലബിൾ ആണ്. സോ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മ്യൂച്വൽ ഫണ്ട് മേഖലയിലുണ്ട്. SIP ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ലംസം എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന ഓപ്ഷൻ ഉണ്ട്. ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ട്സ് ഉണ്ട്. സോ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും എല്ലാം അനുസരിച്ച് നമുക്ക് നല്ല ഫണ്ട്സ്, എല്ലാ ഫണ്ട്സും നല്ലത് തന്നെയാണ്. അങ്ങനെ നല്ലത് ചീത്തയൊന്നും തിരഞ്ഞെടുക്കാനല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഫണ്ട് സെലക്ട് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഞാൻ സഹായിക്കും. അതിന് തീർച്ചയായിട്ടും എന്താ പറയുക, ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. താങ്ക് യു. ബൈ.